ട്രിപ്പിൾ ഓം ശാന്തി. ഒരു 10 മിനിറ്റ് വീഡിയോ ഒക്കെ ആകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അപ്ലോഡ് ചെയ്യാനും വലിയൊരു പ്രയാസമില്ല. മറ്റേത് കുറച്ച് പണിയുണ്ട്. പിന്നെ പാർട്ട് ഞാൻ പറയുന്നത് നല്ലൊരു ശതമാനം ഇങ്ങനെ കണ്ടിന്യൂറ്റി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. സമയത്തിനനുസരിച്ച് ഓരോന്നും ചിലപ്പോൾ രാവിലെ ഒന്ന് അപ്ലോഡ് ചെയ്യും, പിന്നെ ഒന്ന് ഉച്ചയ്ക്ക് അപ്ലോഡ് ചെയ്യും, പിന്നെ ഒന്ന് വൈകുന്നേരം അപ്ലോഡ് ചെയ്യും, ചിലപ്പോൾ ഒന്നിച്ച് ഒരുമിച്ച് അപ്ലോഡ് ചെയ്യും. സഹൃദയരെ, സുഹൃത്തുക്കളെ, കണ്ടോ നമ്മുടെ മനോഹരമായ ആ ലോകം, സത്യയുഗം. അതെ, ഏതാനും നിമിഷങ്ങൾക്കകം ഈ ഡ്രാമയിലെ കലിയുഗം വിനാശമാവുകയും സത്യയുഗം ആരംഭിക്കുകയും ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, കടന്നു വരൂ. പരമാത്മാ ശിവബാബയിൽ നിന്നും സമ്പത്തുകൾ, ശക്തികൾ, ഗുണങ്ങൾ എന്നിവയെല്ലാം നിറച്ച് താങ്കളുടെ കൽപ്പത്തെ അതേ പാർട്ട് വീണ്ടും എടുക്കൂ. അതെ, ഇത് സത്യം പറഞ്ഞാല് വളരെ വളരെ സിമ്പിളാണ്. 1 സെക്കൻഡിന്റെ പരിപാടിയേ ഉള്ളൂ. പക്ഷെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി ചെയ്യുമ്പം മാത്രമേ ഇത് 1 സെക്കൻഡിന്റെ പരിപാടി ആവുന്നുള്ളൂ. പക്ഷെ ബാബ ഡ്രാമ അനുസരണം എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഒറ്റ തവണ പരീക്ഷ നടത്തണം. അപ്പോ ഈ 1-ാം നമ്പറുടെ കുട്ടിയും 2-ാം നമ്പറുടെ കുട്ടിയും 3-ാം നമ്പറുടെ കുട്ടികളൊക്കെ ഒരുമിച്ച് തന്നെ. ഈ 3-ാം നമ്പറുടെ കുട്ടികളെ 2-ാം നമ്പറുടെ കുട്ടികളെ ഈ 1-ാം നമ്പറുടെ കുട്ടികളെ താഴ്ത്താൻ നോക്കും. അത് ഏത് ജന്മത്തിലായാലും. 1-ാം നമ്പറുടെ കുട്ടികൾ എന്ത് ചെയ്യും? ഈ 2-ാം നമ്പറുടെ കുട്ടികളെ 3-ാം നമ്പറുടെ കുട്ടികളെ ഉയർത്താൻ നോക്കും. ഈ 2 പരിപാടിയും സത്യം പറഞ്ഞാല് എഫേർട്ടാണ്. 2 കൂട്ടർക്കും എഫേർട്ടാണ്. അതായത് താഴ്ന്നു കിടക്കുന്ന വ്യക്തിക്ക് മുകളിലുള്ളവനെ താഴ്ത്തലും മുകളിലുള്ളവന് താഴെയുള്ളവനെ ഉയർത്തലും വെരി വെരി എഫേർട്ട്, വളരെ എഫേർട്ടാണ്. എന്തും നടക്കണ കേസല്ല. നമ്പർ അഷ്ടരത്നങ്ങൾ 108 താവാൻ പറ്റില്ല. 108 അതായത് 100-ലുള്ളവർക്ക് അഷ്ടരത്നങ്ങളുടെ ലെവലിലേക്ക് ഉയരാൻ പറ്റില്ല. 16,108 ആ 108ന്റെ ലെവലിലേക്ക് ഉയരാൻ പറ്റില്ല. ഈ 108-ലുള്ളവർക്ക് 16,108ന്റെ ലെവലിലേക്ക് താഴാനും പറ്റില്ല. 9 ലക്ഷത്തിന് ഈ 16,108ന്റെ ആ ഒരു ലെവലിലേക്ക് ഉയരാൻ പറ്റില്ല. 16,108ന് ഈ 9 ലക്ഷത്തിന്റെ ആ ലെവലിലേക്ക് താഴാൻ പറ്റില്ല. പക്ഷെ ഭൂമിയിൽ എല്ലാവർക്കും ഒരേ അവസ്ഥയാണല്ലോ. പാർട്ട് ഒരുപോലെയാണല്ലോ. വെള്ളയും വെള്ളിയിട്ട് നടക്കേണ്ടവർ വെള്ളയും വെള്ളിയിട്ട് നടക്കും, ചുവപ്പും വെള്ളിയിട്ട് നടക്കേണ്ടവർ ചുവപ്പും വെള്ളിയിട്ട് നടക്കും, കൂളിംഗ് ഗ്ലാസ് ധരിക്കേണ്ടവർ കൂളിംഗ് ഗ്ലാസ് ധരിക്കും, ധരിക്കാത്തവർ ധരിക്കാതിരിക്കും, സോക്സ് ഇടേണ്ടവർ സോക്സ് ഇടും. സാഹചര്യങ്ങൾക്കനുസരിച്ച്, പ്രകൃതിക്കനുസരിച്ച്, പാർട്ടിനനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ പാർട്ടുണ്ട്. അവരവരുടെ സാഹചര്യങ്ങളുണ്ട്. അവരവരുടെ കർമ്മങ്ങൾ എന്ത് രീതിയിലാണോ വരുന്നത് അതിനനുസരിച്ച്. പക്ഷെ ഇത് മേലേക്കും താഴേക്കും ഒന്നും കയറ്റാൻ പറ്റില്ല. ഫിക്സഡാണ്. അതിന്റെ ആധാരത്തിലാണ് ഇവിടെ ഡ്രാമയിൽ നമ്പർ വെച്ചിട്ടുള്ളത്. ആ നമ്പറിന്റെ ആധാരത്തിലാണ് സത്യത്തില് രാജപദവി, പ്രജാപദവി, ദാസദാസിമാരുടെ പദവി ഇതൊക്കെ ലഭിക്കുന്നു ബാബ എന്ന ഒരു സത്യമായ സത്യത്തെ എത്രത്തോളം ഞാൻ ആത്മ ഉൾക്കൊണ്ടു എന്നതിൻ്റെ ആധാരം. ഇതാണ് കോടിയിലും ചിലർക്ക് മാത്രമേ കഴിയുള്ളൂ. പരമാത്മ ബിന്ദുവിന് ആത്മബിന്ദുവായി ഡ്രാമാനുസരണം
ഡ്രാമാനുസരണം കൽപ്പകൽപ്പത്തെ പ്രകാരം വീണ്ടും ബാബയെ അതേപോലെ കൽപ്പകൽപ്പത്തെ അതേ സ്ഥിതിയിലേക്ക് വീണ്ടും ഉൾക്കൊള്ളാൻ ഡ്രാമാനുസരണമുള്ളവർക്ക് തന്നെ പറ്റുള്ളൂ. ഇതിൽ പലർക്കും പല പല ദിവ്യശക്തികളൊക്കെ ഉണ്ട്, പല പല ദിവ്യശക്തികളും ഗുണങ്ങളൊക്കെ ഉണ്ട്. അത് അവരവരുടെ തിങ്കിങ്സ്, തോട്ടിനതായത്. ഞാൻ സത്യം പറഞ്ഞാല് ചില സമയത്ത് ഈ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, തെറ്റിദ്ധാരണകള് വളരെയധികമാണ്. എനിക്ക് പോലും അത്രയേ തെറ്റിദ്ധാരണകൾ വരാറുണ്ട്. ഇപ്പോ ഞാൻ ഇവിടെ പോയി ആദിയോഗി ഈഷ ഫൗണ്ടേഷനിൽ പോയി, അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ ഞാനും അതിൻ്റെ അകത്തേക്ക്, അതായത് ഈ ഈശ ഫൗണ്ടേഷന്റെ ആ ഒരു ആദിയോഗിയുടെ പ്രതിമയുടെ അടുത്തേക്ക് ഇവര് മൊത്തത്തില് ഷീറ്റ് കൊണ്ടൊക്കെ കെട്ടി അതിൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ 250 രൂപ ചെലവിലുള്ള ടിക്കറ്റ് എടുത്തിട്ടേ കയറാൻ പറ്റുള്ളൂ ഈ ശിവരാത്രി ദിവസം. ഞാൻ തെറ്റിദ്ധരിച്ച എന്താന്ന് വെച്ചാല് ഒരു സിമെന്റിന്റെ പ്രതിമ, അതിന് ബ്ലാക്ക് പെയിന്റ് ഒക്കെ അടിച്ചിട്ട് അതിൻ്റെ അടുത്തേക്ക് എന്തിനു പോകണം എന്നാണ് ഞാൻ തെറ്റിദ്ധരിച്ചത്. പിന്നെ ഇന്നലെ ഇപ്പൊ അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ കാര്യങ്ങളുമായിട്ട് ഞാൻ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലാക്കിയത് അത് സ്റ്റീലിന്റെ പ്രതിമയാണെന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാക്കിയത്. ഇത്രയും വലിയൊരു സ്റ്റീലിന്റെ പ്രതിമ, അതിന് ഗിന്നസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പോഴാണ് മനസ്സിലാക്കി. അപ്പൊ ജനങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോണതിന് ഒരു കാര്യം ഉണ്ടല്ലോ, അതും നമ്മൾ ഈ ബ്രഹ്മകുമാരീസിന്റെ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ബാബയുമായി ബിസിനസ് ചെയ്തതിന്റെ ആധാരത്തിൽ ഒരാൾക്ക് കിട്ടിയ പൂജ, വിഷ്ണുവിന്റെ പൂജ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിനും മമ്മയ്ക്കും കിട്ടിയ പൂജ. പിന്നെ ഗണപതി പൂജ, ഗണപതിക്ക് കിട്ടിയ പൂജ. ആരാണ് ഗണേശൻ, ഹനുമാൻ, ഇതൊക്കെ നമ്മളുടെ ഇടയിലാണ് കിടക്കുന്നത്. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലൂടെ ഈ ക്ലാസ് കേട്ട് അതിനെ ഉൾക്കൊണ്ട് അതുമായി താതാത്മ്യം ചെയ്ത് ശ്രീമത്ത് അനുസരിച്ച് ജീവിക്കുന്നവർക്കുള്ളതാണ്. അതും ഏത് വിധത്തിൽ വേണമെങ്കിലും ശ്രീമത്ത് അനുസരിച്ച്, ചെറിയ രീതിയിലും വേണമെങ്കിൽ എടുക്കാം, വലിയ രീതിയിലും എടുക്കാം. എന്തായാലും ഇപ്പൊ ഞാൻ ബ്രഹ്മകുമാരീസ് തൊട്ട് കൃത്യമായിട്ട് ക്ലാസ്സിനും കാര്യങ്ങൾക്കൊന്നും പോകാത്തതുകൊണ്ട് എന്റെ പാർട്ട് കുറച്ച് കുറയുന്നുള്ളത് പ്രാക്ടിക്കലായിട്ട് തന്നെ വേഗം മനസ്സിലാക്കാമല്ലോ എന്ന് കരുതിയിട്ട് എന്റെ പാർട്ട് എത്ര കുറഞ്ഞതെന്ന് വെച്ചിട്ട് എനിക്ക് ആയുസ്സും ആരോഗ്യം ഉള്ളിടത്തോളം കാലം പാർട്ട് പറഞ്ഞോട്ടെ, നോ പ്രോബ്ലം. ആയുസ്സും ആരോഗ്യം ഉള്ളിടത്തോളം കാലം എന്റെ ദിവ്യ ബുദ്ധിയിൽ എനിക്ക് തെളിയുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാതിരിക്കുന്നത് അതൊരു ചതിയാവില്ലേ രാമ? അതുകൊണ്ട് എനിക്കൊരു ദിവ്യ ബുദ്ധി ഉണ്ടെങ്കിൽ, ഇനി എനിക്കൊരു സാധാരണ ബുദ്ധിയാണെങ്കിലും ശരി, ഇനി അതല്ല പ്രജാബുദ്ധിയാണെങ്കിലും ശരി, രാജ്യബുദ്ധിയാണെങ്കിലും ശരി, പദവിയിലിരിക്കേണ്ട ബുദ്ധിയായാലും ശരി, പ്രജാപദവിയിലിരിക്കേണ്ട ബുദ്ധിയായാലും ശരി, ഇതിന്റെ താഴേക്ക് ആളുകൾ വരുന്നുണ്ടല്ലോ. ഇത് താഴേക്ക് എത്ര പേര് വരുന്നുണ്ട്? ഓരോരുത്തർക്കും ഓരോ രീതിയിൽ മനസ്സിലാവും. ബ്രഹ്മകുമാരീസിൽ തന്നെ എത്രയോ വർഷങ്ങളായിട്ട് കഠിനമായ തപസ് ചെയ്യുന്ന ചില വ്യക്തികൾ ഞാൻ ചെയ്ത വീഡിയോ കണ്ടിട്ട് മനസ്സിലാവണില്ല. വേണ്ട. അപ്പോ അതിന് ഞാൻ പിന്നെ കമന്റ് ചെയ്തതിന്റെ പിന്നില് ബാലൻസ് കമന്റ് ഒന്നും കിട്ടിയില്ല. പിന്നെ ചിലരാണെങ്കിൽ എന്താ പറയാ, മുടന്തൻ കമന്റുകൾ ഇടുക. ഈ മുടന്തൻ കമന്റ് ഇട്ടിട്ടൊന്നും കാര്യമില്ല എന്നല്ല, അത് അവരുടെ പാർട്ടാണ്. ഈ പറഞ്ഞ പോലെ മനസ്സിലാവാത്ത അത് അവരുടെ പാർട്ടാണ്. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ സംസാരിക്കുക എന്നുള്ളത് അതെന്റെ പാർട്ട്. ഞാൻ ആത്മ പരമാത്മ 5000 വർഷത്തെ ഡ്രാമ, ഇത്രയേ ഉള്ളൂ. അത് അവരും അങ്ങനെ തന്നെ. കേൾക്കുന്നവരും ശരി, മനസ്സിലായാലും ശരി, മുടന്ത കമന്റ് ഇടുന്നവരായാലും ശരി, ഇത്രയേ ഉള്ളൂ. ഞാൻ മരങ്ങൾ വെട്ടിയപ്പോ എനിക്ക് കമന്റ് ഇട്ട് വെച്ചില്ലല്ലോ, അവരാണെങ്കിലും ശരി.
ഇവിടുത്തെ മുഴുവൻ മരങ്ങളും വെട്ടി നശിപ്പിക്കണം. സത്യയുഗത്തിൽ ഇത്രയും ഹൈറ്റിലുള്ള തെങ്ങും വാഴത്തോപ്പും ബാക്കിയുള്ളതൊക്കെ ഉണ്ടോ? വളരെ താഴെ കിടക്കും. എല്ലാ ചെടികളും വളരെ. മാങ്ങ എന്ന് പറയുമ്പോൾ മാങ്ങ കയ്യിൽ വരും, അത്ര ഹൈറ്റില്. അല്ലാതെ മാങ്ങയ്ക്ക് മാവിന്റെ മേലെ കയറേണ്ട ആവശ്യമൊന്നുമില്ല. പേരക്ക എന്ന് പറയുമ്പോൾ പേരക്ക കയ്യിൽ വരും. മുന്തിരി തൊട്ടടുത്ത് വരും. അത് പോയി ഇങ്ങനെ എന്താ പറയാ, ഓം ക്രീം ക്രൂം മുന്തിരി. ട്രിപ്പിൾ ഓം ശാന്തി.